വഖഫ് നിയമ ഭേദഗതി ബില്ലിനെ എതിർത്ത നമ്മുടെ എംപിമാർ ജനങ്ങളെ വിഭജിക്കാനുള്ള തന്ത്രത്തിൻ്റെ ഭാഗമാണിതെന്നാണ് CPM നേതാവ് കെ രാധാകൃഷ്ണൻ പറയുന്നത്. ബില്ലിൽ ദൂരവ്യാപക പ്രത്യാഘാതമുണ്ടാക്കുമെന്നാണ് ET മുഹമ്മദ് ബഷീറിൻ്റെ പ്രതികരണം. BJPയെ സഹായിക്കാനുള്ള ശ്രമമാണ് CPM നടത്തുന്നതെന്നും ആശങ്കകൾ പരിഹരിച്ചാൽ ബില്ലിനെ പിന്തുണയ്ക്കുമെന്നും KC വേണുഗോപാൽ 24-നോട്. അത് സംബന്ധിച്ചുള്ള ആശങ്കകൾ പങ്കുവയ്ക്കുകയുണ്ടായി. ഒരു മതത്തിൻ്റെ അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങൾ ചെയ്യുന്നതിലേക്കുള്ള ഗവൺമെൻറ്റിൻ്റെ കടന്നുകയറ്റമായിട്ടാണ് അതിനെ പൊതുവെ കാണുന്നത്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നൽകുന്ന തുല്യതയും അല്ലെങ്കിൽ അതിൻ്റെ വിശ്വാസ്യതയൊക്കെ തന്നെ തകർക്കുന്ന ഒരു രീതിയിലായിട്ടാണ് ഇതിനെ കാണേണ്ടത്. അത് മനുഷ്യനെ വിഭജിക്കാനുള്ള തന്ത്രത്തിൻ്റെ ഭാഗമാണെന്നുള്ള കാര്യവും അവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. ഈ നിയമം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന നിയമമാണ്. ഗവൺമെൻറ് അതിനൊക്കെ മെനക്കെടുന്നതിന് പകരം ഇപ്പോൾ ജുഡീഷ്യൽ കമ്മീഷനെ അങ്ങ് വെച്ചിട്ട് കടിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഗവൺമെൻറ് ഉത്തരവാദിത്തം ഓർത്തു കൊടുത്താണ് ചെയ്യേണ്ടതായിരുന്നു, ചെയ്തിട്ടില്ല. അത് നാട്ടിലെ ജനങ്ങളുടെ എല്ലാം അഭിപ്രായം ആരാഞ്ഞ് ഇതിന് സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ടുള്ള ആളുകളുടെ എല്ലാം അവരുടെ ആശയങ്ങൾ എടുത്തുകൊണ്ട് ഒരു കുറ്റമറ്റ ബില്ലാക്കിയിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ ഞങ്ങളതിനെ പിന്തുണക്കാൻ ആളുകളുടെ ആശങ്കകളൊക്കെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അതിനുവേണ്ടിയാണ് JPC ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ JPCയിൽ ഫ്രൂട്ട്ഫുള്ളായ ഡിസ്കഷന് പകരം ഏകപക്ഷീയമായിട്ടുള്ള ചർച്ചകളെ നടക്കാത്ത രീതിയിലാണുള്ളതെന്നാണ് JPCയുടെ റിപ്പോർട്ടുകൾ. JPCയിൽ ഫ്രൂട്ട്ഫുള്ളായ ചർച്ചകൾ നടത്തിയിട്ട് JPCയിൽ നിന്നും വരുന്ന നല്ല കുറ്റമറ്റ ബില്ലായിട്ടത് മാറുമ്പോഴേ അതിന് പാർലമെൻറ്റ് അംഗീകരിക്കാൻ പറ്റുള്ളൂ. മുനമ്പം ഇഷ്യൂ സർക്കാർ മുൻകൈയെടുത്തി പരിഹരിക്കേണ്ടതാണ്. അവിടെ സംഭവം വഷളാക്കി ആ വിഷയത്തെ ദുരുപയോഗപ്പെടുത്തി വർഗീയ ചേരിതിരിവുണ്ടാക്കാൻ മാക്സിമം അവസരം കൊടുത്തിട്ടാണ് ഇപ്പോൾ ചർച്ചയ്ക്കെങ്കിലും വിളിച്ചത്.